ഞാൻ വിളിച്ചത് നമ്മള് സംസാരിക്കുന്ന കാര്യം സെഫീക്കും കൂടി അറിയത്തിട്ടോ. ഒക്കെ ഊമ്പന്മാരാണ്, എല്ലാവരും ഊമ്പന്മാരാ, ഒക്കെ ഇടയിൽ കൂടെ ഊമ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആരോട് നമ്മള് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ആരോടും പറയരുത്. ഈ സത്യം പറയട്ടെ, ഞാൻ അന്ന് 6 മണി വരെ 5:30 വരെ ലോഡിലാണ്. കുളി കഴിഞ്ഞിട്ട് ഞാൻ പെരക്കാരോട് വെറുതെ നുണ പറഞ്ഞു, 2 ഇടാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു അന്ന് മണ്ണാർക്കാടൊക്കെ പോകേണ്ട ചെറിയ കാര്യമുണ്ട്, ഞാൻ കുറച്ച് നേരം പോയിട്ടേ വരുള്ളൂ പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ നിസാറിന്റെ വണ്ടി എടുത്ത് ഞാൻ നേരെ തച്ചമ്പാറക്ക് പോയി. തച്ചമ്പാറക്ക് പോയപ്പോഴാണ് എന്നെ വഹാബ് വിളിച്ചത്. അപ്പൊ സമയം 7 മണി. വഹാബ് എന്നോട് പറഞ്ഞു, അഞ്ചോ ചെറുക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട്, മറ്റേ ഓല് വരുന്നുണ്ട്, എതിരെ തിരുച്ചൊള്ളിക്കൊത്തൊക്കെ കണ്ടെത്തുന്ന. ഞാനപ്പോ കോളനിയിൽ ഞാനും കൊണ്ട് സെമ്മിയും കുഞ്ഞിച്ചേരി ഇരുന്ന് വെള്ളടിച്ചാണ്. അതില് കുറച്ച് കഴിഞ്ഞപ്പോ ഫോർച്യൂണർ അധികം പാസ് ചെയ്തു. ഞാൻ നേരെ വണ്ടി എടുത്ത് താഴത്തേക്ക് പോയി. അപ്പൊ ഇതിന് കുഞ്ഞംസി നൂറും ഒരു വെള്ള തുണി എടുത്തിട്ട് പുല്ലട്ട ഭാഗത്ത് നടന്നു വന്നു. അങ്ങനെ പിന്നാണ് അടി മുറുകെ. പിന്നെ അതില് കുഞ്ഞംസ ഇതിന്റെ ഉള്ളിൽ ഓടിക്കേറുന്ന ഞാൻ കണ്ടിരുന്നു. എവിടെ നമ്മളെ ജമീലുവിന്റെ പേരുള്ളന്ന് വേറെ ഉള്ളിലേക്ക് ഫാസിലിന്റെ ഓടിച്ചെന്ന് ഞാൻ നോക്കുമ്പോ നമ്മളെ അംസുകുട്ടിക്കാട് അവിടെ എത്തിക്കണം. അടി ഇങ്ങനെ നടക്കണ്ട. അതില് കുറച്ച് കഴിഞ്ഞപ്പോ മറ്റേ ഞാൻ വെള്ളക്കുട്ടിയാസിന്റെ അവിടേക്ക് കയറി ഓടി. അവിടുന്ന് ഞാൻ തിരിച്ച് വന്നേക്ക് കുഞ്ഞംസനുണ്ട് റോട്ടിക്ക് കുറെ ആൾക്കാർ വലിച്ചുകൊണ്ടുപോയി കടത്തുന്നു. അതിൽ കുഞ്ഞംസനെ വലിച്ചുകൊണ്ടുപോയി കടത്തേക്ക് പിന്നെ അപ്പതിനാണ് നമ്മളെ ചേലോട് സിദ്ധി വരുന്നത്. എല്ലാരും പൊയ്ക്കോളി പോലീസ് വരുന്നുണ്ട് പറഞ്ഞു. അതിൽ അങ്ങനെ എല്ലാരും അവിടുന്ന് പോന്ന് ഞാനും മാന്റെ പരിക്ക് പോയി. അതങ്ങനെ സംഭവിച്ചു. പക്ഷെ നൂറുവിനെ ചെയ്തത് ഞാൻ എന്നോട് പറയട്ടെ, ഈ ചെയ്തോൽക്കും നൂറുവിനല്ലാത്തൊരു മനുഷ്യനറിയാം. അല്ല ഞാൻ ചെയ്തത് ആരും കണ്ടിക്കണോ അല്ലെങ്കിൽ ഞാൻ ചെയ്തിക്കണോന്നൊന്നും ആർക്കും അറിയുന്നില്ല. ഇപ്പൊ എന്താ വെച്ചാല് ഞാനാ ചെയ്തിക്കണപ്പോ ആരെ പൈനവിടെ കണ്ടോല്. ഇപ്പൊ ഈ നൂറുവിനെ ഇപ്പൊ ഇനി ആരെ കൊന്നിക്കണ കുട്ടിക്കും ആരെ വേറെ ഞങ്ങളുടെ ആൾക്കാരല്ലാതെ വേറെ ആരവിടെ സാക്ഷി പറയാൻ? അംസുകുട്ടിക്കാടെ പേരുള്ളിൽ കുഞ്ഞാണ് തല്ലണ കണ്ടു. വേറെ ആരെ എന്താ കണ്ടിക്കണെന്ന് പറഞ്ഞു. കുഞ്ഞംസിനെ തല്ലുന്നത് ചിലപ്പോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നടു റോട്ടിക്ക് മരത്തിട്ട് ടച്ച് ചെയ്തു. പിന്നെ തച്ചോല ആൾക്കാരെ പേര് ഇപ്പൊ എല്ലാവർക്കും അറിയാം. ആരൊക്കെ 2-3 ആൾ നിന്ന് തച്ചിക്കണ്, പാമ്പിനെ തല്ലണ പോലെ തച്ചിക്കണ് എന്നൊക്കെ എല്ലാവർക്കും. നൂറിനെ കൊന്ന കാര്യമൊന്നും ആർക്കും അറിയില്ല, മൊഴി കൊടുത്തിട്ടില്ല. പിന്നെ കുഞ്ഞംസനെ കൂട്ടടിയിൽ മരിച്ചു. പിന്നെ അപ്പൊ ഞാൻ ഇന്റെ പേരെങ്ങനെ വേണം, പിന്നെ നിങ്ങളാരും പറയാതെ എന്റെ പേരെങ്ങനെയാണ് വരുന്നത്. അപ്പൊ പറഞ്ഞു എന്റെ ചെരുപ്പ് അവിടെ നിന്ന് കിട്ടിയെന്ന് അത് ഞങ്ങളോട് ചോദിച്ചു. അപ്പൊ ഞങ്ങള് ചെരുപ്പ് അന്റേന്ന് ചോദിച്ചപ്പോ അന്റേന്ന് പറഞ്ഞു. അല്ലാതെ ബാക്കിയുള്ളതൊന്നും അവിടെ അറിയില്ല. ഇനി ബാക്കിയുള്ള തേടി പിടിച്ചിട്ട് വേണം ആരൊക്കെ എന്തൊക്കെ ചെയ്തിക്കണെന്നൊക്കെ അന്വേഷിച്ചാലേ അറിയുള്ളൂ. അല്ലാതെ അതുവരെയുള്ളതൊന്നും അറിയില്ല. എനിക്ക് മാനോട് പറഞ്ഞു തന്നത്. ഞാൻ വേറെ ചോദിച്ചിട്ടില്ല അതിനെ പറ്റിയിട്ട്. പിന്നെ കമ്മിറ്റി കൂടെ പറഞ്ഞ ലീഗിന്റെ കമ്മിറ്റിയൊക്കെ ആനക്കരത്തിലൂടെ വെച്ച് ആഴ്ചക്ക് 1 ദിവസം കൂടിയിരുന്നു. അതിലിപ്പോ തോന്നുന്നു അതിലിപ്പോ എന്താ വെച്ചാൽ അതിലിപ്പോ എന്തായാലും നേതാക്കന്മാർ ഇങ്ങനെ അടുത്ത് വന്നാൽ കൂടണ്ടെന്നില്ല. അതിപ്പോ എല്ലാരും പറഞ്ഞിരുന്നു. കുഞ്ഞാന്റെ മുറ്റും എന്താണ് എന്റെ അഭിപ്രായത്തില്? ഓൽക്ക് ഇതില് അള്ളക്കോയിനെ മുറ്റി ടീമിനെയാണോ ഗൂഢാലോചനക്കാരെയാണോ അതോ ബാക്കിയുള്ളവരെയാണോ ഓൽക്ക് കയറാ? ഇച്ചിലൊരു പൂതി ഉണ്ടാവും ആര് കൊടുങ്ങാന്ന് വെച്ചാൽ പരിഹാരത്ത് സിദ്ധി. എന്താ വെച്ചാല് ഈ ചെറുക്കന്മാർക്ക് ഇത്രയും ഈക്കനെ മണ്ടക്കേറ്റത് പരിഹാരത്ത് സിദ്ധിയും മഹമൂദാണ്. സത്യം പറഞ്ഞാല് ചെറുക്കന്മാർക്ക് ഈക്ക എന്താന്ന് കൂടി ഈക്കന്റെ ഫുൾ ഫോമും കൂടി ചെറുക്കന്മാർക്ക് അറിഞ്ഞില്ല. അത്ര നമ്മളവിടെ വെറും ലീഗ് ഇറക്കി കിടക്കുന്ന ചെറുക്കന്മാരില്ലായിരുന്നു. നമുക്കറിയില്ലേ നമ്മളെ പള്ളിയാണെന്നൊക്കെ പറഞ്ഞ് ചെറുക്കന്മാരെ പിരിയേറ്റി. സത്യം ശരി തന്നെയാണ്. അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ ഇതിനിറങ്ങിയത്. എങ്ങനെയൊരു ക്രൈംബ്രാഞ്ചിൽ അന്വേഷിച്ചിട്ട് ഈ കേസ് ഒറിജിനൽ സത്യാവസ്ഥ തെളിയണം. ഇന്നെന്താ വെച്ചാല് ഗൂഢാലോചന നടന്ന പോലെ കുടുങ്ങിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. ഞാൻ അവിടുത്തെ സഹായം പറ്റി പറഞ്ഞാൽ ആ കിസൈപ്പേടിന്റെ സമയത്ത് ഇജ്ജുണ്ട് അവിടെ. അന്ന് ഞാൻ കുഞ്ഞംസെടുത്ത് പോയിട്ട് 5000 രൂപ 10 ദിവസത്തിന് കടം മേടിച്ചു. അത് കറക്റ്റായിട്ട് കൊണ്ടുപോയി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഒരുപാട് വട്ടം ഇറച്ചിക്കൊണ്ടൊക്കെ പോയിക്കൊണ്ടു. അതിന് ഞാനും ഒരു പ്രശ്നമില്ല. അല്ല ഈ നൂറിനെയും കുഞ്ഞംസിനും എന്താ ചോദിച്ചാൽ കുഞ്ഞംസിനോടും നൂറിനോടും അതിന്റെ തലേന്ന് വരെ ഞാൻ തെറ്റിയിട്ടില്ല. അല്ല അങ്ങനെ കുറെ ആൾക്കാർ ഇതിങ്ങനെ ഊമ്പിയ രക്ഷപ്പെടല സുഖത്തുള്ളൊഴിച്ചിക്കോ. നമ്മള് പിന്നെ എന്ത് വരുന്നിടത്ത് വെച്ച് കാണൂലേ. അത് അങ്ങനെ വലിയ ആരും രക്ഷപ്പെടാന്ന് നമ്മൾ സമ്മതിക്കില്ല. നമ്മളെ കുടുംബങ്ങളെ മാത്രം ഒറ്റക്കാക്കിയിട്ട് ഇതിലിപ്പോ ഈ 13 കൊല്ലം ചിജാത്ത കുടുംബ പ്രശ്നം ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പറഞ്ഞാൽ ഇപ്പൊ ഇതിലിപ്പോ ഈ കണ്ട മനുഷ്യന്മാരൊക്കെ ഇപ്പൊ 2-3 മാസമായില്ല തുടങ്ങിയിട്ട് ഇത് തല്ലാൻ വേണ്ടിട്ട്. പിന്നെ ഇപ്പൊ ഇങ്ങനെ കുടുംബ പ്രശ്നമാണ്. ഇതെങ്ങനെ കേസ് വരുന്നോക്ക ലാസ്റ്റേക്ക് നോക്കാലോ. അന്ന് നോക്കിയിട്ടല്ല എന്തായാലും ജീവിതം കട്ടപ്പോകയായി എന്ന് പറയാം. ജീവിതം കട്ടപ്പോകയായി പറഞ്ഞാൽ ഇപ്പോഴാണ് ജീവിച്ചേണ്ട ഒരു മട്ടൊക്കെ വന്നത്. ഇപ്പൊ എന്റെ ചെലവിൽ കുടിക്കാറ് ജീവിച്ചേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു. 28 കൊല്ലമായിട്ട് ഇപ്പൊ നമ്മളൊരു കുടുംബം നോക്കേണ്ട അവസ്ഥയൊക്കെ എത്തിയപ്പോ ഈ കുളത്തിലായി.
ഒന്നാമത് എന്റെ ഉമ്മയുടെ കുരുത്തക്കടാണ് എന്റെ ഉമ്മാടെ പാടി ഓള് എന്നോട് കരഞ്ഞു പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ 5-6 പെങ്ങന്മാരും പെണ്ണുങ്ങളും കുട്ടികളും ഉപ്പയുമൊക്കെയാണ് അപ്പൊ അനക്ക് അതിനൊന്നും നടക്കാനുള്ള ഒഴിവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി കേട്ടില്ല. എന്താ വെച്ചാ ഇത് ഒന്നാമത് എന്റെ ഉപ്പ പറഞ്ഞു എന്നോട് ഈ പള്ളിക്കത്തെ പിരിവിന്റെ പ്രശ്നം വന്നാ പറഞ്ഞു 5 വയസ്സ് 2 പോണ്ട, ലീഗുകാരായിട്ട് ഒന്നിനും സഹായിച്ചില്ല, ലാസ്റ്റ് നിങ്ങൾ കുറെ ആൾക്കാരത്തിൽ കൊടുങ്ങും, പണ്ട് ഉണ്ടായത് ചെറിയാന്ന് എന്നോട് 1000 വട്ടം പറഞ്ഞു പോകും. ഞാൻ അതൊക്കെ കേക്കായിട്ടിന്റെ ഇമ്മാടിയും കുരുത്തക്കടാണെന്ന് വെച്ച് 100% ഉറപ്പാ. അല്ല ഇതിൽ ആരുടെയും കുരുത്തക്കടല്ല, എന്റെ എപ്പാടിയും ഇമ്മാടിയും കുരുത്തക്കട. എന്നോട് 1000 വട്ടം പറഞ്ഞു എനിക്കൊരു കുട്ടിയുണ്ട്, എന്റെ പെണ്ണുങ്ങൾക്ക് പള്ളിയിലാണ്, ഇതൊക്കെ ആലോചിക്കണം. ഞാനപ്പോഴും പറഞ്ഞു നമ്മള് ലീഗുകാർക്ക് വേണ്ടിയിട്ടാണ് അതായതാണ്. അപ്പൊ അതിന്റെ കുരുത്തക്കട തന്നെ കാരണം എന്താ ചെയ്യുന്നു. അപ്പൊ ഞാൻ ഈ കാര്യത്തിൽ ചെറുക്കന്മാരുടെ കുറിച്ച് അമ്മമാര് ചൂടാലോട് ലീഗ് ഓഫീസിൽ ഇരിക്കണ്ട, അത് നിന്റെ ആൾക്കാർക്ക് ഒരു ചെറുതാണ്, അവിടെ ഉള്ള പ്രശ്നം നടക്കും, ഒന്ന് എവിടേക്കാലും പണിക്ക് പോയി, അപ്പൊ ഒന്ന് എവിടേക്കാലും പോകാൻ പറ, പണിക്ക് പോയാൽ തന്നെ കുറെ നാടത്തെ പിത്തനയുമാവുന്നു. എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്, ആർക്കും മനസ്സിലായാലേ മനസ്സിലാണ്ട, നീ കേൾക്കാത്തവർക്ക് കേൾക്കണ്ട. ഞാൻ ജാഫിനോടൊക്കെ പറഞ്ഞു ഒരു വാപ്പി ഉണ്ടാവില്ല, 12 കൊല്ലം കിടക്കുമ്പോ ഒരു വാപ്പി ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. അന്റെ ഇപ്പത്തെ ഈ പൊട്ടിത്തെറിയൊക്കെ നിൽക്കും, എല്ലാ പ്രശ്നത്തിലും ചാടിയിറങ്ങലൊക്കെ നിൽക്കും, ഒരു പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ആയാലേ ഞങ്ങൾക്ക് ആലോചന വരുള്ളൂ. പക്ഷൊക്കെ ആലോചന വന്നു, ഇനി വന്നിട്ട് കാര്യമില്ല, അപ്പളെ വന്നിക്കണ്. അപ്പൊ അതുകൊണ്ട് ഇനി ജയിലും ഇനിന്ന് മനസ്സിലായിക്കോ, ഈ കേസിന് രക്ഷപ്പെടാൻ വേണ്ടി വേർന്നോ എങ്ങനെയാലും രക്ഷപ്പെട്ട് കിട്ടിയാല്. പിന്നെ ഞാൻ ഇത്തപ്പേന ദിവസം വിളിച്ച് ചൂടായി, അതിന് നിങ്ങൾ ഈ കണ്ട 5-6 മന്ത്രിമാരുണ്ടായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ല. അങ്ങനെയും ചിത്തപ്പോയൊക്കെ ഞാനും അങ്ങോട്ട് ഒന്നിനോട്ട് പറഞ്ഞു ഒരു ചെയ്യാൻ വന്നിട്ട് ഞാൻ ഒരു മരിച്ചിനൊക്കെ ഞാൻ ചെയ്യാൻ സങ്കടം ഉണ്ട്. അതായത് കുഞ്ഞംസിനോട് മരിച്ചൊരു സങ്കടം. ഞാൻ ഇവിടുന്ന് മറ്റേ 5 അച്ഛനും 100 കുഞ്ഞംസക്കും വേണ്ടി ഞാൻ തേടുന്നുണ്ട്, അവർക്ക് പുറത്തു കൊടുക്കാനും പോലെ അതിന് വേണ്ടിയിട്ട്. അതിപ്പോ എന്റെ ഒരു ഇതാണ്, അത് എന്താ ചോദിച്ചാലോട്ട് ഏറിയില്ല. ഞാനിപ്പോ ചെന്നാലും ആരും കാണാതെ ഞാൻ ചിലപ്പോൾ കബറിന്റെ അവിടെയൊക്കെ പോകും. അത് കേസിന് രക്ഷപ്പെടാനല്ല, എന്റെ മനസ്സിനൊരു